നമസ്കാരം. പ്രധാന വാർത്തകൾ. വാടാനംകുറിശ്ശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം മെയ് മാസത്തിൽ പൂർത്തിയാകില്ല. നിർമ്മാണ കമ്പനി പ്രതിനിധികൾ സൈറ്റ് സന്ദർശിച്ചു. പ്രവൃത്തി വേഗത്തിലാക്കുമെന്നും എത്രയും വേഗം പൂർത്തീകരിക്കാനാണ് ശ്രമമെന്നും വിശദീകരണം. ഓണം വേളയോടെ മേൽപ്പാലം തുറന്നുകൊടുക്കാൻ പരിശ്രമം. നെല്ല് സംഭരണം വേഗത്തിൽ പൂർത്തിയാക്കാനും കർഷകർക്ക് താമസമില്ലാതെ പണം ലഭ്യമാക്കാനുമായി ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന PRS സംവിധാനം ഇടതു സർക്കാർ കർഷകർക്ക് ബാധ്യതയാക്കി മാറ്റിയെന്ന് കേരള കോൺഗ്രസ് പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് MLA. അംഗനവാടി ആശാവർക്കർമാരുടെ ജീവിക്കാനുള്ള സമരത്തിൽ നിന്ന് മുഖം തിരിച്ച് കടക്കെണിയുടെ കണക്ക് നൽകുന്ന സർക്കാർ കോടികൾ ധൂർത്തടിക്കുന്നു. അടിസ്ഥാന വർഗ്ഗങ്ങളെ അവഗണിച്ചും വഞ്ചിച്ചുമാണ് ഇടതു സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും അനൂപ് ജേക്കബ്. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകാനുള്ള സർക്കാർ വ്യഗ്രതയ്ക്കെതിരെ പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ കർഷക സംരക്ഷണ സമിതിയുടെ മദ്യമൊഴുക്കി പ്രതിഷേധം. കർഷകരെ അവഗണിച്ച് മദ്യമുതലാളിമാർക്ക് വേണ്ടിയുള്ള സർക്കാർ വാദം സമൂഹത്തോടുള്ള വഞ്ചനയെന്ന് സമിതി രക്ഷാധികാരി ചിദംബരൻകുട്ടി മാസ്റ്റർ. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി നാടുവാണവരുടെ പതന ചരിത്രം സർക്കാരും CPM-ഉം പഠിക്കണമെന്നും ചിദംബരൻകുട്ടി മാസ്റ്റർ. തൃശൂർ കുട്ടനല്ലൂരിൽ തടി കയറ്റിയ ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ച് ക്ലീനർ മരിച്ചത് ഈരാറ്റുപേട്ട സ്വദേശി ബഷീർ. അപകടത്തിൽ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. പെരുമ്പിലാവിൽ വെള്ളം വിതരണത്തിന്റെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന. പ്രദേശത്തെ വിതരണത്തിനായി ജലം സംഭരിക്കുന്ന ഗോഡൌണിൽ നിന്ന് 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കുന്നംകുളം പോലീസ് പിടികൂടി. ഗോഡൌൺ ഉടമയും സമാനമായ ലഹരി കേസുകളിൽ പ്രതിയുമായ ചേല സ്വദേശി ഷമീലിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ്. അസംഘടിത മേഖലയോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയും വസ്ത്രനിർമ്മാണ മേഖലയിലെ കുത്തകകളുടെ കടന്നുകയറ്റവും തയ്യൽ തൊഴിലാളികളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കിയെന്ന് AKTA സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു. കേന്ദ്ര സർക്കാർ രാഷ്ട്രത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് കൊടിയ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു. പാലക്കാട്ടെ AKTA ജില്ലാ സമ്മേളനം. കാശ്മീർ ഭീകരാക്രമണത്തെ അപലപിച്ച നാട്. കൊല്ലപ്പെട്ടവർക്ക് ആത്മശാന്തി നേർന്ന തെരുവുകളിൽ മെഴുകുതിരി തെളിയിച്ചു. കോൺഗ്രസിന്റെയും CPI-യുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ അനുശോചന പരിപാടികൾ. രക്ഷപ്പെട്ടെങ്കിലും നടുക്കം വിട്ടുമാറാതെ കുളപ്പുള്ളിയിലെ 4 കുടുംബങ്ങൾ. തൃശൂർ പൂരപ്പകിട്ടിലേക്ക്. തിരുവമ്പാടി വിഭാഗത്തിന്റെ പൂരപ്പന്തലിന് കാൽനാട്ടി. പൂരം ഇത്തവണ മുൻപത്തേക്കാൾ ഭംഗിയായി നടത്തുമെന്ന് ദേവസ്വം ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. വാടാനംകുറിശ്ശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം മെയ് മാസത്തിൽ പൂർത്തിയാകില്ല. അതേസമയം കഴിയുന്ന വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ശ്രമമെന്ന് സ്ഥലം സന്ദർശിച്ച നിർമ്മാണ കമ്പനി പ്രതിനിധികൾ പറഞ്ഞു. മെയ് മാസത്തിൽ വാടാനംകുറിശ്ശി ഉൾപ്പെടെ 4 റെയിൽവേ മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനം നടത്തണമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന റിവ്യൂ യോഗത്തിൽ വകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം വാടാനംകുറിശ്ശിയിലെ മേൽപ്പാല നിർമ്മാണം എങ്ങും എത്തിയിട്ടുമില്ല. അപ്രോച്ച് റോഡ് നിർമ്മാണവും കൈവരി സ്ഥാപിക്കുന്ന പ്രവൃത്തികളും ഉൾപ്പെടെ ബാക്കിയാണ്. മെയ് മാസത്തിൽ പ്രവൃത്തി പൂർത്തിയാകില്ലെന്ന് തന്നെയാണ് സ്ഥലം സന്ദർശിച്ച നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. പരമാവധി വേഗത്തിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. ജൂണിൽ മഴയെത്തുന്നതോടെ പ്രവൃത്തി വീണ്ടും മന്ദഗതിയിലാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും ഓണം വേളയ്ക്ക് മുമ്പെങ്കിലും പ്രവൃത്തി പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നെല്ല് സംഭരണം വേഗത്തിൽ പൂർത്തിയാക്കാനും കർഷകർക്ക് താമസമില്ലാതെ പണം ലഭ്യമാക്കാനുമായി ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന PRS സംവിധാനത്തെ ഇടതു സർക്കാർ കർഷകർക്ക് ബാധ്യതയാക്കി മാറ്റിയെന്ന് കേരള കോൺഗ്രസ് പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് MLA. സർക്കാർ കോടികൾ ചെലവഴിച്ച് പരസ്യം നടത്തുമ്പോൾ ആശാവർക്കർമാരും അംഗൻവാടി ജീവനക്കാരും ന്യായമായ ഓണറേറിയം വർധനവിനായി സമരം ചെയ്യുകയാണെന്നും അനൂപ് ജേക്കബ് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. അടിസ്ഥാന വർഗ്ഗങ്ങളെ അവഗണിച്ചും വഞ്ചിച്ചുമാണ് ഇടതു സർക്കാർ മുന്നോട്ടു പോകുന്നത്. സർക്കാർ വാർഷികാഘോഷത്തിന് ആരും എതിരല്ലെങ്കിലും ധൂർത്തായി മാറ്റുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു. നെല്ല് സംഭരണം മുതൽ വില നൽകൽ വരെ എല്ലാം കുത്തഴിഞ്ഞ നിലയിലാണ്. എല്ലാ മാസവും ലഭിക്കേണ്ട പെൻഷൻ എപ്പോഴെങ്കിലും കൊടുക്കുന്ന സ്ഥിതിയും അശരണരോട് കാണിക്കുന്ന അനീതിയാണ്. നെല്ല് സംഭരണ വില കേന്ദ്രം വർദ്ധിപ്പിക്കുമ്പോൾ ആനുപാതികമായി വർദ്ധിപ്പിക്കുന്നതിന് പകരം കേരള സർക്കാർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷത്തിനിടെയുണ്ടായ ഉൽപ്പാദന ചെലവ് 70% വർദ്ധിച്ചത് സർക്കാർ കണക്കിലെടുക്കുന്നില്ല. വലിയ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കോടികളുടെ അനാവശ്യ ചെലവ്. കോടികളുടെ അനാവശ്യ ചെലവ്. ആഘോഷ പരിപാടികൾ നടത്തണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ നടത്തുന്നതിന് ഒരു ക്രൈറ്റീരിയ ഒക്കെ വെക്കുന്നത് എപ്പോഴും നല്ലതാണ് ജനാധിപത്യ സംവിധാനം. പക്ഷെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വേറെ വിപരീതമായ നിലയിലാണ് കാണാൻ കഴിയും. കോടിക്കണക്കിന് രൂപയുടെ പരസ്യ പ്രചാരണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും പന്തൽ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്
വളരെ ജനകീയമായ ആശാവർക്കർമാരുടെ സമരം, അംഗനവാടി ജീവനക്കാരുടെ സമരം, ഇതൊക്കെ നിലകൊള്ളുകയാണ് ജീവിക്കാനുള്ള മാന്യമായ വേതനത്തിന് വേണ്ടി. അവിടെയാണ് ഇത്തരത്തിലുള്ള വലിയ ദൂർത്ത് മറുഭാഗത്തുണ്ടാവുന്നത്. ഇതെല്ലാം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് മാറുന്നു എന്നത് സർക്കാർ തിരിച്ചറിയണം. അവർക്ക് ന്യായമായ ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള ഒരു സമീപനം വൈകിയാണെങ്കിലും സർക്കാർ സ്വീകരിക്കേണ്ടത് ആവശ്യമായ ഒന്നാണ്. കേരളം നേരിടുന്ന പ്രതിസന്ധികൾ മെയ് 9, 10 തീയതികളിൽ കോട്ടയത്ത് ചേരുന്ന സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യുമെന്നും അനൂപ് ജേക്കബ് പറഞ്ഞു. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും UDFിൽ അത് തർക്കവിഷയമാകില്ലെന്നും MLA അനൂപ് ജേക്കബ് കൂട്ടിച്ചേർത്തു. പാർട്ടി ചെയർമാൻ വാക്കനാട് രാധാകൃഷ്ണൻ, സംസ്ഥാന വൈസ് ചെയർമാൻ VD ജോസഫ്, ജനറൽ സെക്രട്ടറി KR ഗിരിജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് VD ഉലഹന്നാൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ കൂട്ടനല്ലൂർ മേൽപ്പാലത്തിന് സമീപം തടി കയറ്റിയ ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിലിടിച്ച് ക്ലീനർ മരിച്ചു. ഇരാറ്റുപേട്ട സ്വദേശി 50 വയസ്സുള്ള ബഷീറാണ് മരിച്ചത്. അപകടത്തിൽ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. എറണാകുളത്ത് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന തടിലോറിയാണ് ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിക്കുള്ളിൽ കുടുങ്ങിയവരെ ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് പുറത്തെടുത്തത്. ബഷീർ ആശുപത്രിയിൽ എത്തും മുമ്പ് മരിച്ചിരുന്നു. ഗുരുതര പരിക്കേറ്റ ഡ്രൈവറെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പള്ളി IPT കോളേജ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരത്തിലെ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു കഴിഞ്ഞതോടെ ഇനി ഭൂഗർഭ പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള പൈപ്പുകൾ സ്ഥലത്ത് എത്തിച്ചു. പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പള്ളി IPT കോളേജ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ടൗണിൽ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നത്. നിലവിൽ റോഡിന് നടുവിലൂടെയാണ് ഭൂഗർഭ പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്. പൈപ്പ് പൊട്ടുമ്പോൾ റോഡ് തകർച്ച നിത്യസംഭവമാണ്. റോഡ് നവീകരിക്കുമ്പോൾ നിലവിലുള്ള പൈപ്പ് ലൈന് പകരം റോഡിന് ഇരുവശത്തുകൂടെയും പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കും. ചൊവ്വാഴ്ച മുതൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിക്കുമെന്ന് പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി പറഞ്ഞു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസം നല്ല പ്രയാസങ്ങൾ അനുഭവിക്കും. കാരണം 2 വശത്തും പൈപ്പിടുന്ന സമയത്ത് നിലവിലുള്ള പൈപ്പ് കണക്ഷൻ 4-5 ദിവസം കുടിവെള്ളം വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുമെന്നാണ് കോൺട്രാക്ടർമാരൊക്കെ അറിയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു. ഏതെല്ലാം പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്താത്ത പ്രദേശങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലഭ്യമാകാത്ത പ്രദേശങ്ങളുണ്ടെങ്കിൽ അവിടെ ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. ടാങ്കർ ലോറി ഉപയോഗിച്ചെങ്കിലും വീടുകളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പദ്ധതിയുമായി നഗരസഭ മുന്നോട്ട് പോകും. ഈ ഒരു ചെറിയൊരു ഇടവേള പരമാവധി ജനങ്ങൾ സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ ദിവസവും വെള്ളം എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിൽ വരും. പൈപ്പ് ലൈൻ സ്ഥാപിക്കുമ്പോൾ പലയിടങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെടും. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ബദൽ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്നും TP ഷാജി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകാനുള്ള സർക്കാർ വ്യഗ്രതയ്ക്കെതിരെ പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ മദ്യമൊഴുക്കി കർഷക സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം. അന്നം തരുന്ന കർഷകനെ അവഗണിച്ച് മദ്യമുതലാളിമാർക്കു വേണ്ടിയുള്ള സർക്കാർ വാദം സമൂഹത്തോടുള്ള വഞ്ചനയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത സമിതി രക്ഷാധികാരി ചിദംബരൻ കുട്ടി മാസ്റ്റർ കുറ്റപ്പെടുത്തി. നവകേരള യാത്രയ്ക്കും സർക്കാർ വാർഷികത്തിനുമില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി നെല്ലുവില നൽകാൻ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കണം. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരെ സർക്കാർ വിരോധിയും വികസന വിരോധിയുമായി ചിത്രീകരിക്കുന്നത് അപഹാസ്യമാണെന്നും ചിദംബരൻകുട്ടി മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. കുടിവെള്ളത്തിനും കൃഷിക്കും ഉപയോഗിക്കേണ്ട മലമ്പുഴയിലെ വെള്ളമെടുത്ത് മദ്യക്കമ്പനിക്ക് നൽകാനുള്ള നീക്കം നിയമവിരുദ്ധവും വഞ്ചനയുമാണ്. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തിയ പ്രസ്ഥാനങ്ങളുടെയും ഏകാധിപതികളുടെയും ചരിത്രം സർക്കാരും CPM-ഉം പഠിക്കണമെന്നും ചിദംബരൻകുട്ടി മാസ്റ്റർ പറഞ്ഞു. യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ വേനലെടുക്കുമ്പോൾ തന്നെ
കൃഷിക്കുള്ള വെള്ളം കൊടുക്കുന്നതിനായാലും ശുദ്ധജല വിതരണത്തിനായാലും വളരെയധികം ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടാണ് മലമുടിയിൽ നിന്ന് വെള്ളം കൊടുക്കുന്നത്. അത് നിർത്തലാക്കിക്കൊണ്ട് മദ്യം നിർമ്മിക്കാൻ ഒരു സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകുന്നത് ഇവിടുത്തെ കർഷകരെ, ഇവിടുത്തെ പാലക്കാടിലെ പാടശേഖരങ്ങൾ മുഴുവൻ ഉണക്കത്തിലെത്തിക്കും. ഒരു സംശയമില്ല. മാത്തൂർ കോട്ടായി പോലുള്ള തൈലൻഡ് സ്ഥലങ്ങളിലൊന്നും വെള്ളം കിട്ടില്ല. കൃഷി ഉണങ്ങും അടുത്ത കാലത്ത്. ഈ കഴിഞ്ഞ വിളയ്ക്ക് തന്നെ എത്ര ക്രമീകരിച്ചിട്ടാണ് വെള്ളം കൃഷിക്കാർക്ക് കിട്ടിയത് എന്ന് മാത്രമല്ല, ഈ കൃഷിക്കാർ 20,000 ഏക്കർ കൃഷി ഈ മലമ്പുഴ ഡാമിലെ വെള്ളം ഉപയോഗിച്ച് എലപ്പുള്ളിയിൽ മദ്യശാല സ്ഥാപിക്കുകയാണെങ്കിൽ ഈ 20,000 ഏക്കർ കൃഷി നശിച്ചു പോകും. കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് സി വിജയൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സി പ്രഭാകരൻ, ടി സഹദേവൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നാഷണൽ ലീഗ് ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റി ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. INL തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഷബീൽ ഹൈദ്രോസി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വഖഫ് ഭേദഗതി നിയമത്തിനും മൗലികാവകാശ നിഷേധങ്ങൾക്കുമെതിരെയാണ് നാഷണൽ ലീഗ് ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റി ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത്. പള്ളം സെൻട്രൽ നടന്ന സദസ്സ് INL തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഷബീർ ഹൈദ്രോസി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് കുളപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. ഷാജി പള്ളം മുഖ്യപ്രഭാഷണം നടത്തി. നിയോജകമണ്ഡലം പ്രസിഡന്റ് മൊയ്തീൻ ഹാജി, സെക്രട്ടറി ഉമ്മർ കുണ്ടുപറമ്പിൽ, CPI ലോക്കൽ സെക്രട്ടറി MU മൊയ്തീൻകുട്ടി, ജെയിംസ് കാഞ്ഞിരത്തിങ്കൽ, അഡ്വക്കേറ്റ് രമാദേവി എന്നിവർ പ്രസംഗിച്ചു. 28ഓളം പേരാണ് ആ ഒരു അക്രമത്തിൽ കൊല്ലപ്പെട്ടത്. അവിടെ എല്ലാവരും നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പാർട്ടിയുടെ നാഷണൽ ലീഗിൻ്റെ 32ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഏപ്രിൽ 23 നമ്മളെല്ലാ കേരളത്തിലുടനീളം, കേരളത്തിന് പുറത്തും വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് ഏതൊരു സാഹചര്യത്തിലാണ് നാഷണൽ ലീഗ് രൂപം കൊടുക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അസംഘടിത മേഖലയോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയും വസ്ത്രനിർമ്മാണ മേഖലയിലെ കുത്തകകളുടെ കടന്നുകയറ്റവും തയ്യൽ തൊഴിലാളികളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കിയെന്ന് AKTA സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു. കേന്ദ്ര സർക്കാർ രാജ്യത്തെ കൊടിയ ദാരിദ്ര്യത്തിലേക്കാണ് നയിക്കുന്നതെന്നും ബാബു ആരോപിച്ചു. പാലക്കാട്ട് AKTA ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു NC ബാബു. മുമ്പെങ്ങുമില്ലാത്ത വിധം രാജ്യത്ത് വിലക്കയറ്റം രൂക്ഷമാവുകയാണ്. അസംസ്കൃത വസ്തുക്കളുടെ നിർമ്മാണവും വിതരണവും നടത്തുന്ന ചെറുകിട സംരംഭങ്ങൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു. സമ്പന്നന്മാരുടെ വ്യാപാരവും വികസനവും മാത്രമാണ് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത്. കേരളത്തിൻ്റെ നേട്ടങ്ങളെ എങ്ങനെയും തകർക്കാനാണ് കേന്ദ്രത്തിൻ്റെ ശ്രമമെന്നും NC ബാബു പറഞ്ഞു. എന്ത് ബെനിഫിറ്റാണ് കിട്ടുക? ഈ പറയുന്ന ഐക്യ ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാർക്ക് എത്ര പേർക്ക് ഈ സൂചി നൂല് വഴിക്ക് പൊരുത്തിതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയവരുണ്ടാവും? ഇവിടാണ് AKKയുടെ പ്രത്യേകത. സൂചി നൂല് വഴുത്ത് തുന്നൽ പരിശീലിക്കാതെ, ഈ തൊഴിലിന്റെ കുട്ടും വേദനയെ അറിയാതെ, ഇതിന്റെ വിയർപ്പൊഴുക്കാത്ത ഒരാൾ നയിക്കുന്നതല്ല ഈ സംഘടന. ഇത് ഈ തൊഴിലെടുത്തവൻ തന്നെ രൂപീകൃതമാക്കിയ സംഘടന. ഇതിന്റെ എല്ലാ സംഘടനകളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ശാശ്വതമായ പരിഹാരത്തിന്റെ പോരാട്ടത്തിന് വേണ്ടി AKTA ജില്ലാ പ്രസിഡന്റ് T വെള്ളപ്പൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ PK ഗോപി, നളിനാക്ഷൻ, M ഉണ്ണികൃഷ്ണൻ, ബാലൻ, K ജയശ്രീ, ചന്ദ്രിക, S കുട്ടപ്പൻ, നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം പെരുമ്പിലാവിൽ ജലവിതരണത്തിന്റെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന. പ്രദേശത്തെ വെള്ളം വിതരണ ഗോഡൌണിൽ നിന്ന് 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കരിക്കാട് ചേല സ്വദേശി ഷമീലിന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കുന്നംകുളം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും നടത്തിയ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. സംഭവത്തിൽ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. വെള്ളം വിതരണത്തിന് മറവിലാണ് പ്രതി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും യുവാക്കൾ ഉൾപ്പെടെയുള്ളവർക്കും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു.
MDMA ഉൾപ്പെടെ മുമ്പും സമാനമായ ലഹരി കേസുകളിൽ പ്രതിയാണ് ഷമീലെന്ന് പോലീസ് അറിയിച്ചു. വീടിനോട് ചേർന്നുള്ള ഗോഡൌണിലാണ് പ്രതി പുകയില ഉൽപ്പന്നങ്ങൾ ചാക്കിലാക്കി സൂക്ഷിച്ചിരുന്നത്. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർമാരായ ഫക്രുദ്ദീൻ, വൈശാഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പൂരലഹരിയിലേക്ക്. പൂരത്തോടനുബന്ധിച്ച് തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ടുകർമ്മം നടന്നു. സ്വരാജ് റൗണ്ടിൽ നടുവില്ലാലിലും നായ്ക്കനാലിലുമാണ് കാൽനാട്ടിയത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. തിരുവമ്പാടി ക്ഷേത്രത്തിലെ മുതിർന്ന കമ്മിറ്റി അംഗം മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം ദേശക്കാർ ചേർന്ന് ആദ്യം നടുവിലാലിലും പിന്നീട് നായ്ക്കനാലിലും നിർമ്മിക്കുന്ന പന്തലുകളുടെ കാൽനാട്ടി. നൂറടിയിലധികം ഉയരത്തിൽ നിർമ്മിക്കുന്ന ഇരു പന്തലുകളും സാമ്പിൾ വെടിക്കെട്ടിനു മുമ്പ് തന്നെ ദീപാലങ്കൃതമാക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് TS സുന്ദർ മേനോൻ പറഞ്ഞു. വളരെ ശുഭമായി ഐശ്വര്യമായി ഇവിടെ നടന്നു. നടുവിലാൽ പന്തല് നമ്മുടെ സെയ്തലവി, ചെറുതുരുത്തി സെയ്തലവിയാണ് അതിൻ്റെ നിർമ്മാണ ചുമതല വഹിക്കുന്നത്. നായ്ക്കനാൽ പന്തലിൻ്റെ മണികണ്ഠൻ. അപ്പോൾ നല്ല അതിമനോഹരമായ പന്തലുകളാണ് ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത്. ഏകദേശം 100 അടിയോളം ഉയരം അതിനുണ്ടാവും. അതിമനോഹരമായ വർണ്ണപ്പകിട്ടോടു കൂടിയുള്ള ലൈറ്റിംഗ് സംവിധാനത്തോടു കൂടി സാമ്പിൾ വെടിക്കെട്ടിന് മുമ്പ് എല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ ലൈറ്റ്സുമൊക്കെ ഓൺ ചെയ്തുകൊണ്ട് അന്ന് എല്ലാവർക്കും ഈ പൂരം ആസ്വദിക്കാൻ വരുന്ന എല്ലാവർക്കും വളരെ അതിമനോഹരമായ പന്തൽ കാണാവുന്നതാണ്. മുൻപത്തേക്കാൾ അതിമനോഹരമായി ഇത്തവണ പൂരം നടത്തുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ പറഞ്ഞു. ഇതുവരെ നടന്ന പൂരങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ, ഏറ്റവും നല്ല രീതിയിൽ പൂരം നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നിട്ടുണ്ട്. അതിൽ പാർമേക്കാവും തിരുവമ്പാടിയും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട്. മറ്റ് ഘടകപൂരങ്ങളുണ്ട്. ഇതിനെല്ലാം ആതിഥ്യമരുളി കൊച്ചിൻ ദേവസ്വം ബോർഡ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട് എന്ന് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. കഴിഞ്ഞ തവണ ഉണ്ടായതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ എല്ലാവരുമായി സഹകരിച്ച് ഇത്തവണ മനോഹരമായി പൂരം നടത്തുമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ കൂട്ടിച്ചേർത്തു. 228ാമത്തെ തൃശ്ശൂർ പൂരമാണ് ഇന്നിവിടെ. അതിൻ്റെ പ്രാരംഭം കുറിച്ചുകൊണ്ട് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പന്തലിൻ്റെ കാൽനാട്ടൽ കർമ്മമാണ് ഇവിടെ നടന്നത്. നടുവിലാലിലും നായ്ക്കനാലിലും ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ വലിയൊരു ജനാവലിയുടെ ആ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ഈ 2 പന്തലിൻ്റെയും കാൽനാട്ടൽ കർമ്മം ഇവിടെ നടന്നത്. ഇനിയുള്ള ദിവസങ്ങൾ പൂരത്തിൻ്റെ ദിവസങ്ങളാണ്. കഴിഞ്ഞ വർഷമുണ്ടായ ചെറിയ പ്രശ്നങ്ങൾ അതെല്ലാം നമ്മുടെ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് സംസാരിച്ച് അതിനെല്ലാം ഏതെല്ലാം തരത്തിലുള്ള റെമഡീസാണ് എന്ന് കണ്ടെത്തുകയും ആ റെമഡീസ് എല്ലാം വിശകലനം ചെയ്ത് ഈ പൂരത്തിന് യാതൊരുവിധ 2025 പൂരത്തിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ വളരെ ഭംഗിയായി ജില്ലാ ഭരണകൂടവും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ദേവസ്വങ്ങളും എല്ലാവരും ഒരുമിച്ച് കൂടി നിന്ന് നമുക്ക് നടത്താൻ സാധിക്കും. നടുവിലാൽ പന്തലിന്റെ നിർമ്മാണം ചെറുതുരുത്തി ആരാധനാ പന്തൽ വർക്സിന്റെ സൈതലവിയും നായ്ക്കനാൽ പന്തലിന്റെ നിർമ്മാണം ചേറൂർ സ്വദേശി മണികണ്ഠൻ പള്ളത്തുമാണ് നടത്തുന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, മുൻമന്ത്രി VS സുനിൽകുമാർ, ദേവസ്വം ഭാരവാഹികൾ, ദേശക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കാശ്മീർ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് പട്ടാമ്പി മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരാഞ്ജലി. നഗരത്തിൽ മെഴുകുതിരി തെളിയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടവരെ അനുസ്മരിച്ചു. മെഴുകുതിരി തെളിയിച്ച ശേഷം ചേർന്ന അനുശോചന യോഗം യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി OK ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. പ്രദേശം സമാധാനത്തിന്റെ ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ലഷ്കർ-e തൊയ്ബയുടെയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പൂർണ്ണസത്തോടുകൂടി അവരെ മതമെന്ന് വിളിക്കാൻ കഴിയില്ല, മനുഷ്യനെന്ന് വിളിക്കാൻ കഴിയില്ല, ഒരു തരം മൃഗങ്ങളാണ് ഈ ക്രൂരത ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഒരു തരം മൃഗങ്ങളാണ്.
അവിടെ കാശ്മീരിലെ പഹൽഗാമ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രകൃതി മനോഹരമായ ഒരു മിനി സ്വിറ്റ്സർലാൻഡാണ്. ഞാനൊക്കെ അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. പല സ്ഥലത്തു നിന്നും കേട്ടറിഞ്ഞുകൊണ്ട് ആ സ്ഥലത്തേക്ക് ഒന്നും അറിയാത്ത പാവങ്ങൾ അവിടെ ചെന്നപ്പോൾ ക്രൂരമായി അവരോട് മതം ചോദിച്ചു അത്രേ. ഉമ്മർ കീഴായൂർ അധ്യക്ഷത വഹിച്ചു. ഇ ടി ഉമ്മർ, കെ ബഷീർ, ജിതേഷ് മോഴിക്കുന്നം, ജയശങ്കർ കൊട്ടാരത്തിൽ, എ കെ അക്ബർ, കെ ബി അനിത, മുഹമ്മദ് ഹനീഫ, കെ മൻസൂർ, ഷിഹാബ് കൊടലൂർ, പ്രകാശൻ കൊടലൂർ, കെ മാളുകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കാശ്മീർ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് CPI പറളി ലോക്കൽ കമ്മിറ്റി അനുശോചനം അർപ്പിച്ചു. അനുശോചന യോഗം കിസാൻ സഭ ദേശീയ കൗൺസിൽ അംഗം AS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. ഭീകരാക്രമണത്തിനെതിരെ സമാധാനത്തിന്റെ മെഴുകുതിരിവെട്ടവുമായാണ് പറളി ചെക്ക് പോസ്റ്റിൽ CPI പ്രവർത്തകർ ഒത്തുകൂടിയത്. അനുശോചന യോഗം കിസാൻ സഭ ദേശീയ കൗൺസിൽ അംഗം AS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. CPI പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം KR മോഹൻദാസ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PD ശശികുമാർ, S സഹദേവൻ, PC മോഹൻദാസ്, EK ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അവധിക്കാലം ആഘോഷിക്കാൻ കാശ്മീരിൽ പോയ ഷൊർണൂർ കുളപ്പുള്ളിയിലെ 4 കുടുംബങ്ങൾ സുരക്ഷിതരായി തിരികെ എത്തിയെങ്കിലും ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്ന് ഇവർ മോചിതരായിട്ടില്ല. പഹൽഗാമിലെത്താൻ 10 കിലോമീറ്റർ മാത്രം ശേഷിക്കെ യാത്ര അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു 12-അംഗ സംഘം. ഇക്കഴിഞ്ഞ ഏപ്രിൽ 17-നാണ് കുളപ്പുള്ളിയിലെ നിളയോരം റെസിഡൻസ് അസോസിയേഷനിലെ 4 കുടുംബങ്ങൾ കാശ്മീരിലേക്ക് യാത്ര തിരിച്ചത്. അയൽവാസികളായ സുനിത, സന്തോഷ്, രശ്മി, വിനോദ് എന്നിവരുടെ കുടുംബങ്ങളിൽ നിന്നായി 12 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. സുനിതയുടെ ഭർത്താവ് സണ്ണിലാൽ കാശ്മീരിൽ ഇന്ത്യൻ ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്തു വരികയാണ്. ഇതുകൊണ്ടാണ് ഇവർ യാത്രയ്ക്കായി കാശ്മീർ തിരഞ്ഞെടുത്തത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വിമാനം കയറിയ ഇവർ പിറ്റേന്ന് അതിരാവിലെ തന്നെ ശ്രീനഗറിലെത്തി. ശ്രീനഗറിലെ ഡാൽ ഗേറ്റിലായിരുന്നു തങ്ങിയത്. 4 ദിവസം കാശ്മീരിലെ വിവിധ താഴ്വരകളിലൂടെ സംഘം യാത്ര ചെയ്തു. വിനോദയാത്രയുടെ അവസാന ദിനത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വെടിവെപ്പുണ്ടായത്. ഉച്ചയ്ക്ക് 2:30 അരി വാലിയിൽ നിന്ന് ചന്ദൻവാടിയിലേക്ക് പോകുന്നതിനിടെയാണ് ഇവർക്ക് അപായ സന്ദേശം ലഭിച്ചത്. ആദ്യം പ്രകൃതിക്ഷോഭമാകുമെന്ന് കരുതി അല്പസമയം അവിടെ തന്നെ ചെലവഴിച്ചു. പിന്നീട് സൈന്യങ്ങൾ ഉൾപ്പെടെ താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടപ്പോൾ അപകട സൂചന മനസ്സിലാക്കി ഇവർ തിരികെ ഇറങ്ങി. അതിനിടെയാണ് മലയുടെ മുകളിൽ വെടിവെപ്പുണ്ടായതെന്നും ആദ്യം ഒരാൾ കൊല്ലപ്പെട്ടുവെന്നും പിന്നീട് 5 പേർ കൊല്ലപ്പെട്ടുവെന്നും ഇവർ പറയുന്നു. പിന്നീട് ഇവർ ലക്ഷ്യമിട്ട കുതിരസവാരി ഒഴിവാക്കി തിരികെ ഇറങ്ങി. ഇല്ല, ഞങ്ങൾ മാത്രം ഇങ്ങനെ ഞങ്ങൾ മുകളിൽ പോയവരൊക്കെ താഴോട്ട് വരുന്നുണ്ടെന്നല്ലാണ്ട് മുകളിലോട്ട് ആരും പോകണ കാണാനില്ല. അപ്പോഴേ ഞങ്ങൾക്ക് തോന്നി എന്താണോ പ്രശ്നം എന്നുള്ളത്. താഴെ ഞങ്ങൾ വന്ന് എത്തി. നമ്മുടെ ട്രാവലറിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കടകളെല്ലാം അടച്ച്. നമ്മൾ മുകളിൽ പോയ സംഭവങ്ങളല്ല, താഴോട്ട് എത്തിയപ്പോഴേക്കും അന്തരീക്ഷം മൊത്തം മാറി. അങ്ങോട്ട് പോകുമ്പം ഫുള്ള് ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു അവിടെ കംപ്ലീറ്റ്. അതും മലയാളീസാണ് ഒരുപാടുണ്ടായിരുന്നത്. കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നൊക്കെ വന്ന ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പം ആരെയും കാണാനില്ല. എല്ലാവരും വണ്ടിയിൽ കയറി വന്നവരെ വണ്ടിയിൽ കയറ്റി വിടുകയാണ്. പിന്നെ ഫുള്ള് പട്ടാളക്കാർ നിറഞ്ഞിരിക്കുന്നു. നമ്മളാകെ ഒന്ന് അന്താളിച്ചത് എന്താ സംഭവം എന്നറിയാണ്ട് ഫുൾ പട്ടാളക്കാർ നിറഞ്ഞു. കടകളൊക്കെ അടച്ചു. അന്തരീക്ഷം ഭയങ്കര വ്യത്യാസമായിപ്പോയി. എന്നിട്ട് ഞങ്ങളുടെ ട്രാവലർ ആണെങ്കിൽ കുറച്ച് മാറി കിടക്കുന്നത്. നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് ആൾക്കാർ അവിടെ അല്ല കാശ്മീരികളാണ് തോന്നുന്നു. വേഗം പൊക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ കാർ പാർക്കിങ്ങിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വണ്ടി പുറത്ത് വേറൊരു ഭാഗത്താണ് കിടന്നിട്ടുണ്ടായിരുന്നത് ട്രാവലർ. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഈ വണ്ടിയിൽ തന്നെ അവർ വേഗം ട്രാവലറിൻ്റെ അടുത്തെത്തി. അപ്പോഴേക്കും ഒരു സൈഡ് ഫുള്ള് നിരനിരയായിട്ട് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണാൻ വന്ന സ്ഥലത്തുള്ള ആൾക്കാർ മുഴുവൻ ടൂറിസ്റ്റുകളാണ് ഒരു സൈഡിൽ കൂടെ പോകുന്നത്. തിരിച്ച് കയറി വരുന്നത് മുഴുവനും പട്ടാളക്കാർ. അവിടെ നിന്ന് 80 കിലോമീറ്റർ ദൂരം തിരികെ സഞ്ചരിച്ച് താമസ സ്ഥലത്തെത്തി. ഉടൻ തന്നെ ലഗേജുകൾ എടുത്ത് തിരികെ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. കിലോമീറ്ററുകളുടെ വ്യത്യാസത്തിൽ വലിയൊരു ദുരന്തം ഒഴിവായെങ്കിലും കാതിൽ മുഴങ്ങുന്ന വെടിയൊച്ചയുടെ നടുക്കം ഇപ്പോഴും ഇവരെ വിട്ടുമാറുന്നില്ല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലക്കിടി മംഗലത്ത് മൂടാത്ത അഴുക്കുചാൽ അപകടക്കെടിയായി. കന്നുകാലികൾ ചാലിൽ വീഴുന്നത് പതിവ് കാഴ്ചയാണിവിടെ. പലപ്പോഴും വാഹനങ്ങളും ചാലിൽ ഇറങ്ങി അപകടമുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. അഴുക്കുചാൽ മൂടാത്തതുമൂലം അപകടങ്ങൾ തുടർക്കഥയാണിവിടെ. കന്നുകാലികൾ അഴുക്കുചാലിൽ വീഴുന്നതിനു പുറമെ ചില വാഹനങ്ങളും ചാലുകളിൽ ഇറങ്ങി അപകടത്തിൽപ്പെടാറുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ 2 പശുക്കൾ ചാലിൽ കുടുങ്ങിയിരുന്നു. ചാലിന് 1.5 മീറ്ററോളം താഴ്ചയുണ്ട്. പലതവണ അപകടങ്ങളുണ്ടായിട്ടും
ഇന്നേ വരെ ചാൽ മൂടാൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. രാവിലെ ഒരു എരുമക്കുട്ടിയാണ് ചാലിൽ വീണത്. തൊഴിലാളികളാണ് ഇതിനെ രക്ഷപ്പെടുത്തിയത്. മണിക്കൂറുകൾക്ക് ശേഷം ഒരു പശു കൂടി ചാലിൽ വീണു. ഫയർഫോഴ്സ് എത്തിയാണ് പശുവിനെ കയറ്റിയത്. അഴുക്കുചാൽ മൂടാൻ പൊതുമരാമത്ത് വകുപ്പ് ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇന്ത്യൻ ഹോമിയോപ്പതിക്ക് മെഡിക്കൽ അസോസിയേഷൻ ഹോമിയോപ്പതിക് പീഡിയാട്രിക് കോൺഫറൻസ് ഏപ്രിൽ 27 പാലക്കാട്ട് നടക്കും. സർക്കാർ സ്വകാര്യ മേഖലകളിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് മികച്ച പരിശീലനം നൽകുകയാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് ദേശീയ സമിതി അംഗം ഡോക്ടർ എ ബഷീർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശിശുരോഗവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സെമിനാറാണ് ഏപ്രിൽ 27 സംഘടിപ്പിക്കുന്നത്. സെമിനാറിനോടനുബന്ധിച്ച് സംഘടനാ ജനറൽ ബോഡിയും ചേരും. കുട്ടികളിൽ കാണുന്ന ഓട്ടിസം, സ്വഭാവ വൈകല്യം, അലർജി തുടങ്ങിയവയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. ലഹരിയിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കുന്നതിനും ഹോമിയോപ്പതിയിൽ ചികിത്സയുണ്ട്. ചികിത്സാരീതിയിലെ ആധുനികതയെക്കുറിച്ച് അറിവുകൾ ആർജിക്കുന്നതിന് സെമിനാർ ഉപകാരപ്പെടും. നൂതന ഹോമിയോപ്പതി ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ച് പ്രബന്ധങ്ങളും അവതരിപ്പിക്കും. ഡോക്ടർമാർക്ക് പുറമെ വിദ്യാർത്ഥികളും സെമിനാറിൽ പങ്കെടുക്കുമെന്നും ഡോക്ടർ ബഷീർ അറിയിച്ചു. പിന്നെ അതുപോലെ ഏറ്റവും നല്ല പ്രൈവറ്റ് ഡോക്ടർ സ്റ്റേറ്റിൽ അത് ഡോക്ടർ കെ സജി, പിന്നെ നവാഗത ഡോക്ടർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഡോക്ടർ ഫവാസ് ഇബിനു അലി, അദ്ദേഹം മലപ്പുറത്ത് നിന്നാണ്. ഇവർക്കുള്ള അവാർഡുകളും ഈ ചടങ്ങിൽ വെച്ച് സംഘടിപ്പിക്കുന്നതായി. പിന്നെ നമ്മുടെ ഇതിൽ പങ്കെടുക്കുന്നത് ഗവൺമെന്റ്, സ്വകാര്യ ഡോക്ടർമാർ, വിദ്യാർത്ഥികൾ, PG സ്റ്റുഡൻസ്, റിസർച്ച് സ്കോളേഴ്സ് അവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിന് പാലക്കാട് DMO ഡോക്ടർ ജ്യോതിയും ഈ പരിപാടിയിൽ പങ്കെടുക്കും. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഡോക്ടർ രഞ്ജിത് കുമാർ, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജസീല, കോൺഫറൻസ് ചെയർമാൻ ഡോക്ടർ ധന്യ ശശിധരൻ, ഡയറക്ടർ ഡോക്ടർ പ്രശാന്ത് അയ്യപ്പൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ചെറുതുരുത്തി കോഴിമമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനമായി. 3 ദിവസങ്ങളിലായി വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മഹാന്നദാനവും നടന്നു. ക്ഷേത്രം തന്ത്രി തിയനൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിയാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത്. പൂക്കോട്ടുകാവ് ശ്രീമദ് ഭാഗവത സ്വാധ്യായ സമിതിയുടെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി 1 വർഷം നീണ്ടുനിൽക്കുന്ന 25 പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്കൃതി, പ്രകൃതി, ചിതി എന്നിവയിലൂന്നിയ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നതെന്ന് സെക്രട്ടറി CP ഗിരീഷ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്കുള്ള കരിയർ ഗൈഡൻസ്, വൃക്ഷത്തൈയും വിത്തും വിതരണം, ജൈവ കർഷകരെ ആദരിക്കൽ, ക്യാൻസറിനെതിരെ ബോധവൽക്കരണം, നേത്രപരിശോധനാ ക്യാമ്പ്, ഭാരതീയ കുടുംബസങ്കല്പത്തെക്കുറിച്ചുള്ള അവബോധം നൽകൽ, കുട്ടികളുടെ സഹവാസ ക്യാമ്പ്, സ്ത്രീ ശാക്തീകരണം, ക്ഷേത്ര കലാകാരന്മാരെ ആദരിക്കൽ തുടങ്ങിയ 25 പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. 25ാം വാർഷികത്തിന്റെ അവസാന പരിപാടിയായി ശ്രീമദ് ഭാഗവതോത്സവം നടത്തുമെന്നും ഗിരീഷ് പറഞ്ഞു. ഈ 2025 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പരിപാടികൾ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മോട്ടോ എന്ന് പറയുന്നത് പ്രകൃതി, സംസ്കൃതി, ചിതി എന്നൊരു തീമിലാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ. പ്രകൃതി സംരക്ഷണം, അതുപോലെ തന്നെ സംസ്കൃതിയുടെ പുനരുദ്ധാരണം, അതിനോടൊപ്പം തന്നെ ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ചിതി എന്ന് പറഞ്ഞാൽ യാഗാഗ്നി എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ചിതി എന്നും, പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രവർത്തനങ്ങളും, സംസ്കൃതി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികൾ, ഇങ്ങനെയൊക്കെയുള്ള 25 പരിപാടികളും 25ാമത്തെ പരിപാടിയായിട്ട് ഭാഗവതോത്സവവും പൂക്കോട്ടുകാവിലെ വെച്ച് നടത്തുക എന്നുള്ളൊരു കാര്യപരിപാടിയായിട്ടാണ്. വൈസ് പ്രസിഡന്റ് ദിനേശ് നായർ, ജോയിന്റ് സെക്രട്ടറി KP വിപിൻ, സുരേന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഥകളി മദ്ദളാചാര്യൻ കലാമണ്ഡലം നാരായണൻ നായർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാളുടെ ആദ്യകാല ശിഷ്യരിൽ പ്രധാനിയായിരുന്നു നാരായണൻ നായർ. ചിട്ടവിടാതെയുള്ള വാദനശൈലി ഇദ്ദേഹത്തെ മറ്റുള്ള മദ്ദള വിദ്വാൻമാരിൽ നിന്ന് വേറിട്ട് നിർത്തിയിരുന്നു. ഇക്കഴിഞ്ഞ കോട്ടക്കൽ വിശ്വംഭര ക്ഷേത്ര ഉത്സവമായിരുന്നു അവസാനത്തെ അരങ്ങ്. കേരള കലാമണ്ഡലം അവാർഡും സംഗീത നാടക അക്കാദമി അവാർഡും നിരവധി കഥകളി ക്ലബ്ബുകളുടെ അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, ജപ്പാൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അടക്കം 50ൽ പരം വിദേശ രാജ്യങ്ങളിൽ തൻ്റെ കലാസപര്യ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് അന്തരിച്ച
സുപ്രസിദ്ധ ഓട്ടൻതുള്ളൽ കലാകാരി കലാമണ്ഡലം ദേവകി ടീച്ചറായിരുന്നു പത്നി. ദീർഘകാലം ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ കലാനിലയം, കേരള കലാമണ്ഡലം എന്നീ സ്ഥാപനങ്ങളിൽ അധ്യാപകനായിരുന്നു. പത്നി ദേവകിയോടൊപ്പം അഹമ്മദാബാദ് ദർപ്പണയിലും തുടർന്ന് സ്ഥിരതാമസമാക്കിയ തൃശൂർ നെല്ലുവായിലും നടത്തിയ ശ്രീ ധന്വന്തരി കലാക്ഷേത്രം വഴിയും നിരവധി ശിഷ്യരെ വാർത്തെടുത്തിട്ടുണ്ട്. കേരളത്തിലെ പ്രശസ്തരായ നിരവധി മദ്ദള വിദ്വാൻമാർ നാരായണൻ നായരുടെ ശിഷ്യസമ്പത്തിലുണ്ട്. സംസ്കാരം വൈകിട്ട് 3:30 നെല്ലുവായിലെ വസതിയിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാറ്റുലി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പല പ്രമുഖ ടീമുകൾക്കും ചുവട് പിഴച്ചു കഴിഞ്ഞു. ഈ IPL സീസണിലെ മികച്ച ടീം ഏതാണ്? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. IPL മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ അവസാന സ്ഥാനത്തായിരുന്ന മുംബൈ ഇന്ത്യൻസ് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇപ്പോൾ 3ാം സ്ഥാനത്തേക്ക് നിൽക്കുകയാണ്. സ്വാഭാവികമായും ഈ സീസണിൽ കപ്പടിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ടീം തന്നെയാണ് മുംബൈ ഇന്ത്യൻസ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇത്തവണ കപ്പടിക്കുന്നത് മിക്കവാറും മുംബൈ ഇന്ത്യൻസ് ആയിരിക്കുമെന്ന് തന്നെയാണ്. മറ്റു ടീമുകളേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയും മുംബൈ ഇന്ത്യൻസിനാണ്. ഒരു പ്രീ ഡിറ്റർമിനേഷൻ ഒരു കളിയിലും നമുക്ക് ചെയ്യാൻ കഴിയില്ല. എന്തെന്നാലും IPL ഈ വർഷത്തെ IPL വളരെ മനോഹരമായിട്ട് വളരെ ആവേശത്തോടെയാണ് നടക്കുന്നത്. റീസെൻ്റിൽ എടുക്കുകയാണെങ്കിൽ നടക്കുന്ന ഓരോ കളികളും 200 അതിന് മുകൾക്കാൾ റണ്ണ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഉപരി എതിർ ടീം, ചേസിങ് ടീം അതെടുത്ത് വിജയിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിജയിനെ നമ്മൾ പ്രഖ്യാപിക്കുക പറഞ്ഞാൽ അതൊരു ടാസ്ക്കാണ്. എന്തെന്നാലും ഒരു വിജയം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞാൻ ചെന്നൈ സൂപ്പർ കിങ്ങിൻ്റെ കൂടെയാണ് നിൽക്കുക. ചെന്നൈ സൂപ്പർ കിങ് ഈ വർഷത്തെ IPL കിരീട ജേതാവാകും. പ്രധാന വാർത്തകൾ വീണ്ടും. വാടാനംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം മെയ് മാസത്തിൽ പൂർത്തിയാകില്ല. നിർമ്മാണ കമ്പനി പ്രതിനിധികൾ സൈറ്റ് സന്ദർശിച്ചു. പ്രവൃത്തി വേഗത്തിലാക്കുമെന്നും എത്രയും വേഗം പൂർത്തീകരിക്കാനാണ് ശ്രമമെന്നും വിശദീകരണം. ഓണം വേളയോടെ മേൽപ്പാലം തുറന്നുകൊടുക്കാൻ പരിശ്രമം. നെല്ല് സംഭരണം വേഗത്തിൽ പൂർത്തിയാക്കാനും കർഷകർക്ക് താമസമില്ലാതെ പണം ലഭ്യമാക്കാനുമായി ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന PRS സംവിധാനം ഇടതു സർക്കാർ കർഷകർക്ക് ബാധ്യതയാക്കി മാറ്റിയെന്ന് കേരള കോൺഗ്രസ് പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് MLA. അംഗനവാടി ആശാവർക്കർമാരുടെ ജീവിക്കാനുള്ള സമരത്തിൽ നിന്ന് മുഖം തിരിച്ച് കടക്കെണിയുടെ കണക്ക് നിരത്തുന്ന സർക്കാർ കോടികൾ ധൂർത്തടിക്കുന്നു. അടിസ്ഥാന വർഗ്ഗങ്ങളെ അവഗണിച്ചും വഞ്ചിച്ചുമാണ് ഇടതു സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും അനൂപ് ജേക്കബ്. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകാനുള്ള സർക്കാർ വ്യഗ്രതയ്ക്കെതിരെ പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ കർഷക സംരക്ഷണ സമിതിയുടെ മദ്യമൊഴുക്കി പ്രതിഷേധം. കർഷകരെ അവഗണിച്ച് മദ്യമുതലാളിമാർക്ക് വേണ്ടിയുള്ള സർക്കാർ വാദം സമൂഹത്തോടുള്ള വഞ്ചനയെന്ന് സമിതി രക്ഷാധികാരി ചിദംബരൻകുട്ടി മാസ്റ്റർ. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി നാടുവാണവരുടെ പതന ചരിത്രം സർക്കാരും CPM-ഉം പഠിക്കണമെന്നും ചിദംബരൻകുട്ടി മാസ്റ്റർ. തൃശൂർ കുട്ടനെല്ലൂരിൽ തടികയറ്റിയ ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ച് ക്ലീനർ മരിച്ചു. മരിച്ചത് ഈരാറ്റുപേട്ട സ്വദേശി ബഷീർ. അപകടത്തിൽ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. പെരുമ്പിലാവിൽ വെള്ളം വിതരണത്തിന്റെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന. പ്രദേശത്തെ വിതരണത്തിനായി ജലം സംഭരിക്കുന്ന ഗോഡൌണിൽ നിന്ന് 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കുന്നംകുളം പോലീസ് പിടികൂടി. ഗോഡൌൺ ഉടമയും സമാനമായ ലഹരി കേസുകളിൽ പ്രതിയുമായ ചേല സ്വദേശി ഷമീലിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ്. അസംഘടിത മേഖലയോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയും വസ്ത്രനിർമ്മാണ മേഖലയിലെ കുത്തകകളുടെ കടന്നുകയറ്റവും തയ്യൽ തൊഴിലാളികളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കിയെന്ന് AKTA സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു. കേന്ദ്ര സർക്കാർ രാഷ്ട്രത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് കൊടിയ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു. പാലക്കാട്ടെ AKTA ജില്ലാ സമ്മേളനം. കാശ്മീർ ഭീകരാക്രമണത്തെ അപലപിച്ച നാട്. കൊല്ലപ്പെട്ടവർക്ക് ആത്മശാന്തി നേർന്ന തെരുവുകളിൽ മെഴുകുതിരി തെളിയിച്ചു. കോൺഗ്രസിന്റെയും CPI-യുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ അനുശോചന പരിപാടികൾ. രക്ഷപ്പെട്ടെങ്കിലും നടുക്കം വിട്ടുമാറാതെ കുളപ്പുള്ളിയിലെ 4 കുടുംബങ്ങൾ. തൃശൂർ പൂരപ്പകിട്ടിലേക്ക്. തിരുവമ്പാടി വിഭാഗത്തിന്റെ പൂരപ്പന്തലിന് കാൽനാട്ടി. പൂരം ഇത്തവണ മുൻപത്തേക്കാൾ ഭംഗിയായി നടത്തുമെന്ന് ദേവസ്വം ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.